ഇപ്പോഴത്തെ ഒരു സീസണിൽ നമുക്ക് സാധാരണയായിട്ട് വരുന്നൊരു പ്രശ്നമാണ് തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷനും തൊണ്ടയ്ക്ക് ചെറിയ കിച്ച് കിച്ച് പോലെയും ചെറിയ തോതിൽ വേദന പോലെയും അതോടനുബന്ധിച്ചുണ്ടാകുന്ന ചുമയും. തുടക്കത്തിലൊരു കുത്തിച്ചുമയായിട്ട് തുടങ്ങി പിന്നെ ചെറിയ തോതിൽ കഫത്തോടു കൂടിയ ചുമയായിട്ട് മാറുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പോഴത്തെ ഒരു 2 വീക്സായിട്ട് നമുക്ക് ക്ലിനിക്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മരുന്നിനോടൊപ്പം തന്നെ ഒരു മരുന്ന് എന്ന് അഡീഷണലായിട്ട് ഉള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കുക. ഈ തൊണ്ടയ്ക്ക് കിച്ച് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തൊണ്ട ക്ലിയർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ലാരിങ്സിൻ്റെ തൊണ്ടയുടെ ആ ഭാഗത്തെ തൊലി വീണ്ടും പോകുന്നു. അപ്പോൾ തൊലി കിച്ച് വന്ന് വീണ്ടും തൊലി പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥ വീണ്ടും കൂടുന്നു. ഇങ്ങനെ ആക്കും തോറും ഒരു വിധത്തിൽ മരുന്ന് കഴിച്ച് തൊലി വരികയും ഗാർഗിളിംഗ് ഒക്കെ ചെയ്ത് മരുന്നൊക്കെ കഴിച്ച് തൊലി വരുന്നത് വീണ്ടും ഇങ്ങനെ ആക്കും തോറും പോകുന്നു. അപ്പോൾ അങ്ങനെ ആക്കാൻ തോന്നുന്ന സമയത്ത്, തൊണ്ട ക്ലിയർ ചെയ്യാൻ തോന്നുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ വായിൽ ഉമിനീര് ഇങ്ങനെ സംഭരിച്ചെടുത്തിട്ട് ഒന്ന് വിഴുങ്ങുകയാണെങ്കിൽ ആ തൊണ്ടയ്ക്കുണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥത ഇങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് തോന്നുന്ന അവസ്ഥ കുറയുകയും ആ വരുന്ന തൊലി വീണ്ടും തന്നെ ഹീലാവാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ അവിടുത്തെ ആ ഒരു ലാരിഞ്ചൈറ്റിസിനെ നമുക്ക് സ്വാഭാവികമായിട്ട് കുറയുന്നതിനേക്കാട്ടിലും മുന്നേ നമുക്കത് കുറയ്ക്കാൻ സാധിക്കുന്നു അങ്ങനെ ചെയ്യുകയാണെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ രീതി വെച്ച് നമുക്ക് പൊതുവെ എല്ലാവർക്കും ദാഹവും കുറവാണ്. അപ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വായിൽ ഉമിനീര് വന്ന് അത് നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് ആ ലാരിങ്സിൻ്റെ അവിടെ ഒരു സൂത്തനിങ് എഫക്റ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മരുന്നിനോടൊപ്പം തന്നെ കേട്ടോ. ഞാൻ നമ്മളൊക്കെ വരുന്ന എല്ലാവരോടും പറയുന്നുണ്ട്. എന്നാലും ദൂരെയുള്ളവർ മറ്റു മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക.